പാർട്ടി ഉള്ള സ്ഥലത്ത്, അതായത് പാർട്ടിക്ക് എല്ലാ തലത്തിലും ശക്തിയുള്ള സ്ഥലമാണ്, സംഘടനാപരമായി രാഷ്ട്രീയപരമായി ഉൾക്കരുത്തുള്ള സ്ഥലത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിന് പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഘടനാ ദൗർബല്യമില്ലേ? സംഘടനാ ദൗർബല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നെ അയാളെ മനസ്സിനെ ഹർട്ട് ചെയ്ത എന്തെല്ലോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അതൊന്നും ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അല്ല, ഗോവിന്ദൻ മാസ്റ്ററുടെ ചിരി ഒരു പ്രധാന ഘടകമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും ഒരാളിപ്പോൾ ചിരിച്ചു പോയി കഴിഞ്ഞാൽ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിരിച്ചാൽ പോക്കാണോ? അല്ലെങ്കിൽ ഭംഗിയില്ലാത്തൊരു ചിരി അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാൻ പറ്റുമോ? ചിരിയൊരു കാരണമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അനുവദിച്ചിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം സുധാകരന് വേണ്ടി ലംഘിക്കാൻ പോകുന്നില്ല. സ്വാഭാവികമല്ലേ ഒരു പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയില്ലേ? അതിന് രാജിവെച്ച്. ഇനി അമ്പലപ്പുഴയിൽ നിന്ന് നമുക്ക് നേരെ പാലക്കാട്ടേക്ക് വരണം. അങ്ങ് കൂടി നേരിട്ട് ഭാഗമായതാണ് പി.കെ. ശശിക്കെതിരായ നടപടി, പാർട്ടിക്കകത്തെ നടപടി. അന്വേഷണ കമ്മീഷൻ അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ A.K. ബാലനും P.K. ശ്രീമതിയുമായിരുന്നു പാർട്ടിക്ക് കിട്ടിയ പരാതി അന്വേഷിച്ചത്. അന്ന് നിങ്ങൾ സംരക്ഷിച്ചതല്ലേ P.K. ശശിയെ? ഇപ്പോൾ കുറ്റബോധമില്ലേ? സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നവും കുറ്റബോധത്തിൻ്റെ പ്രശ്നവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ശിക്ഷാ നടപടി ഞങ്ങളുടെ പാർട്ടിയിൽ. ആദ്യം മനസ്സിലാക്കണം. തെറ്റ് ചെയ്തവരെ തിരുത്താൻ വേണ്ടി റെക്ടിഫിക്കേഷനാണ്. എന്നിട്ട് പഴയ ബോധത്തിലേക്ക് അവരെത്തിക്കണം. എന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സ്ഥാനത്തേക്ക് അവരെത്തിക്കണം. അപ്പോൾ ഒരു കറക്ഷനാണ്, ഒരു വിദ്യാഭ്യാസമാണ് ഏത് നടപടി എന്ന് പറയുന്നത്. അപ്പോൾ നടപടി എടുത്ത ആളിൽ നിന്നും ആജീവനാന്തം പുറത്ത് നിർത്തുക എന്നുള്ള സമീപനം ഞങ്ങൾക്കില്ല. ശശിക്ക് ഉള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ വളരെ ചെറുപ്പത്തെ വന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണനും ഞാനും, ബാലകൃഷ്ണൻ സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെ വന്ന സമയത്ത് അന്നും ഈ SFIയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ശശീനെ ഇവർ ഒഴിവാക്കി. ഏത് 1978 SFIയിൽ നമ്മളൊന്നും ഇത് ഈ ഗ്രൂപ്പ് ആലോചിക്കുക. ഭരണകൂടം നോക്കാം. നമ്മൾ ഈ KSUക്കാരൻ്റെ കത്തിയും ചെയിനും കൊണ്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പിന് സമയം ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് ഇവിടെ ഗ്രൂപ്പാണ്.